നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ചാലിക്കര സ്വതന്ത്ര വായനശാല കർഷക കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച കൊയ്ത്തുത്സവം ചാലിക്കര വയലിൽ നടന്നു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു ഉദ്ഘാടനം ചെയ്തു. ചാലിക്കരയിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര വായനശാലയുടെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 5 ഏക്കറോളം തരിശായി കിടന്ന സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയിരുന്നു. തികച്ചും ജൈവ രീതിയിലായിരുന്നു വേദാന്തം നെൽകൃഷി. നെൽകൃഷി കൊയ്ത്തുത്സവം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ യജ്ഞത്തെ ഭരണസമിതിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറയണമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഇന്നൊരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. ഒരു പ്രത്യേകത ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ 80% കയറ്റുമതി ചെയ്യുന്നു. കേരളത്തിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 70% ഇറക്കുമതി ചെയ്യുന്നു. സാധാരണ ഇതിൽ എന്താണ് ഈ വിരോധാഭാസം എന്ന് പലപ്പോഴും നമുക്ക് തോന്നാം. കാരണം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏലമായാലും ഇഞ്ചിയായാലും കുരുമുളകായാലും അല്ലെങ്കിൽ മഞ്ഞളായാലും മറ്റ് ഏറ്റവും അവസാനം തേങ്ങ വരെ എല്ലാം കയറ്റുമതി ചെയ്യപ്പെടുകയാണ്. കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മത്സ്യസമ്പത്ത് അത് വലിയ തോതിൽ കയറ്റുമതി ചെയ്യപ്പെടുകയാണ്. പക്ഷെ നമുക്കാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, അത് ഭക്ഷ്യധാന്യങ്ങളാവട്ടെ, പാലാവട്ടെ, മുട്ടയാവട്ടെ, പച്ചക്കറി ആവട്ടെ, മാംസമാവട്ടെ, ഇതൊക്കെ കർഷക കൂട്ടായ്മ കൺവീനർ VM സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. C ആലിക്കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ SK അസൈനാർ, പഞ്ചായത്ത് അംഗങ്ങളായ ലിമ പാലയാട്ട, സിജി കൊട്ടാരക്കൽ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ C ബാലൻ, KP ആലിക്കുട്ടി, KP ബാലൻ, കൃഷി അസിസ്റ്റന്റ് ശുഭാശ്രീ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് P വിജയൻ മാസ്റ്റർ ചടങ്ങിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.